പിറന്നാൾ നിറവിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി തൃശൂരിൽ ലൊക്കേഷനിൽ അണിയറ പ്രവർത്തകർക്കും ആരാധകർക്കും ഒപ്പമായിരുന്നു മമ്മൂക്കയുടെ പിറന്നാൾ ആഘോഷം. ലോകം മുഴുവൻ ആരാധകർ ആശംസകൾ കൊണ്ട് മൂടുമ്പോൾ സ്നേഹനിർഭരമായി വാപ്പച്ചിക്ക് വേണ്ടി ദുൽഖർ സൽമാൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റും ആരാധകർ ഏറ്റെടുത്തു. പ്രിയ വാപ്പച്ചി എന്ന് തുടങ്ങി മകന്റെ ആശംസ, പ്രിയ താരമെന്നും പ്രിയ മമ്മൂക്ക എന്നും തുടങ്ങി ആരാധകരുടെയും. പിറന്നാൾ ദിനത്തിലും ആ കലാകാരൻ അഭിനയത്തിന്റെ തിരക്കിൽ തന്നെയാണ്. FBയിൽ കുറിച്ച പിറന്നാൾ ആശംസയിൽ ദുൽഖർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കുടുംബത്തിന്റെ തുടക്കം താങ്കളാണ്, ഞങ്ങൾക്ക് തണൽ തരുന്ന മരവും. മലയാള സിനിമയും പലപ്പോഴും അങ്ങനെ പറഞ്ഞു പോകും മമ്മൂട്ടി എന്ന ആ വലിയ നടനെ നോക്കി. ദുൽഖർ പറയും പോലെ ഉയരം കൂടിയ ഒരു കൊടുമുടിയാണത്, ഒരു യഥാർത്ഥ ഇതിഹാസം. വർഷങ്ങൾ വിരലിലെണ്ണി മമ്മൂക്കയുടെ പ്രായം എത്രയെന്ന് കണക്കുകൂട്ടി നോക്കുന്നവരോട് പ്രായം പറയാതെ മിണ്ടാതെ നിൽക്കുമ്പോൾ മമ്മൂക്ക പറയാതെ പറയുന്നത് ഇതുതന്നെയാകും: കലയ്ക്ക് പ്രായമാകാറില്ല, കലാകാരനും. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകളോടെ ന്യൂസ് ഡെസ്ക്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് രോഗികൾക്ക് ധനസഹായം നൽകുമെന്ന് നടൻ മമ്മൂട്ടി. അടുത്ത മാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും മമ്മൂട്ടി പറഞ്ഞു. തൃശൂരിൽ ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന ജന്മദിനാഘോഷ പരിപാടിയിലാണ് മമ്മൂട്ടി ധനസഹായം പ്രഖ്യാപിച്ചത്. കിഡ്നി കൊടുക്കാൻ തയ്യാറാണെങ്കിലും അതിന് ശസ്ത്രക്രിയക്കുള്ള ചെലവുകൾ വഹിക്കാൻ വയ്യാത്ത ഒരുപാട് കുടുംബാംഗങ്ങൾ, ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സൗജന്യമായി നൽകാനുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് അനൗൺസ് ചെയ്തറായിട്ടുണ്ട്. 1-2 ആശുപത്രികളുമായിട്ട് കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് തീരുമാനമാകും. 1.5 പതിറ്റാണ്ടോളം കാട്ടിൽ പ്ലാസ്റ്റിക് ഷീറ്റിന് കീഴിൽ അഭയം തേടിയ യുവതിക്ക് ഇനി ഇഴജീവികളെ ഭയക്കാതെ കിടന്നുറങ്ങാം. തൃപ്പൂണിത്തറ ഏരൂരിലെ നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഓമനയ്ക്ക് വീടൊരുക്കിയത്. വീടിന്റെ താക്കോൽ ദാനം ഞായറാഴ്ച M. സ്വരാജ് MLA നിർവഹിക്കും. പിതാവ് നേരത്തെ നഷ്ടമായ ഓമന അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പമായിരുന്നു താമസം. സഹോദരനും സഹോദരിക്കും പിറകെ അമ്മയും മരിച്ചു പിരിഞ്ഞതോടെ തീർത്തും ഒറ്റപ്പെട്ടു. ഈ കാടിനകത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയുണ്ടാക്കിയ കുടിലിലായിരുന്നു താമസം. ഗുരുദർശനം സ്വയം സഹായ സംഘത്തിന്റെ കരുണ പറ്റാത്ത കരങ്ങൾ തുണയായതോടെ ഓമനയ്ക്ക് വീടൊരുങ്ങി. എങ്ങനെ പറഞ്ഞു, ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. കഴിഞ്ഞ കാലം കിടപ്പും ജീവിതമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നപ്പോൾ വലിയ സന്തോഷം. ദിവസവും ഗുളിക വലിക്കണം, കാറ്റിൻ്റെ അസുഖങ്ങളുണ്ട്. അങ്ങനെ കഴിഞ്ഞു പോകണം. 3.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സഹായ സംഘാംഗങ്ങൾ വീട് നിർമ്മിച്ചത്. ഞങ്ങൾ സാധാരണക്കാരായ ആൾക്കാരാണ്. ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ അത് അത്രയ്ക്ക് ദയനീയാവസ്ഥയിലായിരുന്നു അവർ ജീവിച്ച്. അവരുടെ ആ ഒരു കഷ്ടപ്പാട് കണ്ടപ്പോൾ തന്നെ എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും ഞങ്ങൾക്ക് ഇത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ അവിടെ വെച്ച് തന്നെ എടുത്തു. വീടിന്റെ താക്കോൽദാനം 11-ാം തീയതി M. സ്വരാജ് MLA നിർവഹിക്കും. രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ശരീരം തളർന്ന് 1 വർഷമായി എഴുന്നേൽക്കാനാകാതെ കിടക്കുകയാണ് ഒരു 4 വയസ്സുകാരി. മലപ്പുറം പെരിന്തൽമണ്ണ വെട്ടത്തൂരിലെ റിഫ ഫാത്തിമയാണ് ദാരുണാവസ്ഥയിൽ കഴിയുന്നത്. വെട്ടത്തൂർ തേലക്കാട് അരക്കുപറമ്പിൽ റഷീദിന്റെയും സമീനയുടെയും മകൾ റിഫ ഫാത്തിമയ്ക്ക് ഇപ്പോൾ വയസ്സ് 5 ആയി. 1 വർഷമായി ഈ കിടപ്പു തുടങ്ങിയിട്ട്. കളിയും ചിരിയും പോയിട്ട് ശരീരം അനക്കാൻ പോലും പരസഹായം വേണം. 1 വർഷം മുമ്പ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തെരുവുനായ റിഫയെ കടിച്ചു കീറിയത്. ആശുപത്രിയിൽ പോയി കുത്തിവെപ്പെടുത്തെങ്കിലും ഓരോ ദിവസവും ചലനശേഷി കുറഞ്ഞു വന്നു. ഭയത്തിന്റെ നിമിഷങ്ങൾ പിന്നെ കുഞ്ഞിക്കണ്ണിൽ നിന്ന് മാഞ്ഞതേയില്ല. കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല. നായ്ക്കൾക്കു വേണ്ടി തെരുവിലിറങ്ങുന്നവർ റിഫയുടെ ദൈന്യത കൂടി ഒന്ന് കാണണമെന്നാണ് അച്ഛൻ റഷീദിന്റെ അപേക്ഷ. നായ്ക്കൾക്ക് വേണ്ടി വാദിക്കുന്ന മനുഷ്യരെ ഏത് രൂപത്തിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് അറിയില്ല. ഇതിപ്പോൾ ഈ കുട്ടിൻ്റെ അവസ്ഥ, ഇതുപോലുള്ളൊരു അവസ്ഥ വേറെ ഒരാൾക്കും വരരുത്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദിയാവുക? എന്താണ് ഈ നായ്ക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുടെ ലക്ഷ്യം? ഇതുപോലുള്ള മനുഷ്യർക്ക് വിലയില്ലാതെ പിന്നെ നായ്ക്കൾക്ക് എന്തിനാണ് വില കൽപ്പിക്കുന്നത്? എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? ജീവിതം ഭയവും ദുരന്തവുമായി മാറിയ റിഫ ഫാത്തിമ വിവാദങ്ങളെയും അനാവശ്യ ചർച്ചകളെയും നിരർത്ഥമാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.
നിർമ്മാണം പൂർത്തിയായ കെട്ടിടമുണ്ടായിട്ടും അംഗൻവാടിയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ വർഷങ്ങളായി കഴിയുന്നത് സ്വകാര്യ വ്യക്തിയുടെ അടുക്കളയോട് ചേർന്നുള്ള ചോരുന്ന വരാന്തയിൽ. കാസർഗോഡ് നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന MG കോളനിയിലെ അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾക്കാണ് ഈ ഗതികേട്. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിനാലാണ് പുതിയ കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റാത്തതെന്നാണ് അനൌദ്യോഗിക വിശദീകരണം. കാസർഗോഡ് നഗരത്തിലെ MG കോളനിയിൽ നഗരസഭ മാതൃകാ അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചിട്ട് 1 വർഷമായി. എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതുകൊണ്ട് മാത്രം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈകുകയാണ്. അതിനാൽ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള വൃത്തിഹീനമായ വരാന്തയിലാണ് ഈ കുഞ്ഞുങ്ങളുടെ ദിനചര്യകൾ. പഠനവും ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും ഇവിടെ തന്നെ. ഇവിടെ നിന്നു തിരിയാൻ സ്ഥലം പോലുമില്ല. അംഗൻവാടിയിലെ പഠനോപകരണങ്ങളും ഭക്ഷ്യധാന്യങ്ങളും സൂക്ഷിക്കുന്നതും ഇതേ സ്ഥലത്തു തന്നെ. കുട്ടികളുടെ അമ്മമാർക്ക് പറയാനുള്ളത് ഏറെ പരാതികൾ. പിള്ളേർക്കെല്ലാം മഴ വന്നാൽ ഇവിടെ ഇരിക്കൊന്നും ആകുന്നില്ല, എല്ലാം ചണ്ടിയായിട്ട് ഇതാകുന്നു. ഇവിടെ കുറച്ച് ആടെല്ലാം പോറ്റുന്നല്ല, അതിൻ്റെ ഇതെല്ലാം പിള്ളേർക്ക് ഭയങ്കര ഇത്. ഒരിക്ക പിള്ളേരെ ചെവിയിലെല്ലാം അതിൻ്റെ ഇത് ഇരിക്കുന്നു പോകുന്ന പിള്ളേരെ ഇതിൽ. അംഗൻവാടിയിലെത്തുന്ന കുട്ടികളിൽ നല്ലൊരു വിഭാഗവും ദളിത് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. അംഗൻവാടിയുടെ സ്ഥിതി ശോചനീയമായതിനാൽ പല രക്ഷിതാക്കളും ഇപ്പോൾ കുട്ടികളെ ഇവിടേക്ക് അയക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാസർഗോഡ് നഗരസഭയുടെ മാതൃകാ അംഗൻവാടി കെട്ടിട നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കുഞ്ഞുങ്ങൾക്ക് മറ്റൊരു വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള വർക്കേരിയയിൽ കിടന്നുറങ്ങാനാണ് വിധി. നഗരസഭയുടെ അനാസ്ഥയുടെ ഒന്നാന്തരം ദൃക്സാക്ഷ്യമാണ് ഈ അനുഭവം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം 19-ന് സുരക്ഷാ ദിനം ആചരിക്കാൻ ഗതാഗത വകുപ്പിന്റെ തീരുമാനം. മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിലെ എല്ലാ ഓഫീസുകളിലും ക്യാമറ നിരീക്ഷണത്തിലാകും. പരാതികളിൽ സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കാനും തീരുമാനം. സംസ്ഥാനം റോഡ് അപകട മരണനിരക്കിലും റോഡ് സുരക്ഷാ നിയമം നടപ്പാക്കുന്നതിലും മുന്നിലാണ്. റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കാത്തതാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഈ മാസം 19-ന് സുരക്ഷാ ദിനം ആചരിക്കും. മോട്ടോർ വാഹന വകുപ്പുകളിലെത്തുന്ന പരാതികളിൽ സമയബന്ധിതമായി തീർപ്പുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വകുപ്പുകളിൽ അഴിമതി തടയാൻ വേണ്ടി എല്ലാ ഓഫീസുകളും ക്യാമറ നിരീക്ഷണത്തിലാക്കും. അപകടങ്ങൾ, അപകട കാരണം, പരിഹാര മാർഗങ്ങൾ എന്നിവയ്ക്കായി ഓൺലൈൻ അപകട പരിശോധന റിപ്പോർട്ടിംഗ് സംവിധാനം കൊണ്ടുവരും. അന്തർ സംസ്ഥാന വാഹനങ്ങൾക്കുള്ള പെർമിറ്റ്, നികുതി എന്നിവ അടയ്ക്കാൻ ഓൺലൈൻ വഴി ഇനി മുതൽ സംവിധാനമുണ്ടാകും. തിരുവനന്തപുരം തമ്പാനൂരുള്ള KSRTC ടെർമിനലിലേക്ക് കിഴക്കേക്കോട്ടയിലെ RT ഓഫീസിനെ മാറ്റാനും മന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആനന്ദകൃഷ്ണനും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ഔദ്യോഗിക വസതിയിൽ അപ്രതീക്ഷിതമായി ഇന്നൊരു വിരുന്നുകാരൻ എത്തിയത് ഏവരിലും കൗതുകമുണർത്തി. വിരുന്നുകാരന് മന്ത്രിയുടെ വസതിയിൽ ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത്. കാഴ്ചയിലേക്ക്. അപ്രതീക്ഷിതമായാണ് വഴുതക്കാട്ടുള്ള മന്ത്രിയുടെ ഔദ്യോഗിക വസതി റോസ് ഹൗസിൽ വിരുന്നുകാരനെത്തിയത്. അത് മറ്റാരുമായിരുന്നില്ല, ഒരു വെള്ളിമൂങ്ങയായിരുന്നു. റോസ് ഹൗസിൽ എത്തിയ മൂങ്ങയ്ക്ക് മന്ത്രി റോസിമോൾ എന്ന പേരും നൽകി. റോസ് ഹൗസിൽ വന്നതായതുകൊണ്ട് റോസി എന്ന് പേരിട്ടല്ല. മൂങ്ങയെ കിട്ടിയ വിവരം വനം വകുപ്പിലും മൃഗശാലയിലും അറിയിച്ചു മന്ത്രിയുടെ ജീവനക്കാർ. തുടർന്ന് മന്ത്രി മൂങ്ങയെ മൃഗശാല ഡയറക്ടർ K ഗംഗാധരനും DFO മോഹനൻ പിള്ളയ്ക്കും കൈമാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജീവിതത്തിൽ ആദ്യമായി കാടിന്റെ നേറവകാശികളും തൂശൻ നിലയിൽ വിഭവസമൃദ്ധമായി ഓണസദ്യയുണ്ട്. ഓണത്തിന്റെ പൊലിമ ആദിവാസി ഊരുകളിലേക്ക് പകരാൻ സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച കാടോണം പരിപാടിയുടെ ഭാഗമായാണ് ഇടുക്കി മറയൂരിലെ ആദിവാസി കുടിലുകളിൽ ഇത്തവണ സമുദ്രത്തിന്റെ നിറമാർന്ന ആഘോഷം സംഘടിപ്പിച്ചത്. നാളിതുവരെ കേട്ടിട്ടില്ലാത്ത പൂവിളിയും പൊന്നോണവുമെല്ലാം ഇക്കുറി കാടിന്റെ മക്കൾക്കും സ്വന്തമാകുന്നു. ഇടുക്കി മറയൂർ മലനിരകളിലെ 15ഓളം ആദിവാസി കുടുംബത്തിനാണ് വനം വകുപ്പ് ഓണത്തിന്റെ സന്തോഷവും സമൃദ്ധിയും എത്തിക്കുന്നത്. സർക്കാർ ഇതിന് കാടോണമെന്ന് പേർ ചൊല്ലി വിളിക്കുമ്പോഴും കാടിന്റെ മക്കൾക്കിത് ജീവിതത്തിലെ ആദ്യ ഓണത്തിലെ തൂശനിലയിൽ വിളമ്പുന്ന രുചിയുടെ സന്തോഷക്കൂട്ട് തന്നെ. പല വക സാപ്പാടും ഇருக்கு. കൂട്ടുകൾ പല കൂട്ട് വെച്ചിருக்காங்க. அதெல்லாம் வச்சு செய்திருக்காங்க. இன்னைக்கு அல்லனா 1-2 கூட்டு இருக்கு நமக்கு. அது செய்யறது வந்து இப்படி கூட்டுலாம் நாங்க செய்ய மாட்டோம். ஒன்னாக ஒரு கூட்டு பண்ணி அது செய்து சாப்பிடுறதா ரொம்ப സന്തോഷமா இருக்கு. ഓണത്തിന്റെ ആപ്തവാക്യം പോലെ ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ പലരും ആദിവാസികൾക്കൊപ്പം കാടോണത്തിൽ പങ്കെടുത്തു. ആദിവാസി കുടികളിലെ സന്തോഷം കണ്ട ഇവർക്കും ഇതൊരിക്കലും മറക്കാനാവാത്ത ഓണനാളുകളാണ് സമ്മാനിച്ചത്. അത്തം മുതൽ ആരംഭിച്ച കാടോണം ഓരോ ദിവസവും ഓരോ കുടിയിലാണ് കൊണ്ടാടുന്നത്. പാട്ടും നൃത്തവും എല്ലാം നിറഞ്ഞ ആഘോഷത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം IASന്റെ തലക്കനമില്ലാതെ ദേവികുളം സബ് കളക്ടറും പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
വൈവിധ്യങ്ങളുടെ കലവറയൊരുക്കി സരസ് പ്രദർശന വിപണന മേള കൊല്ലത്ത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്താൽ കുടുംബശ്രീ നടത്തുന്ന സരസ് മേളയിൽ 250ഓളം സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓണവിപണി ഉണർന്നതോടെ സരസ് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കൊല്ലത്തെ സരസ് മേളയിൽ രാജസ്ഥാനിൽ നിന്നുള്ള സംഘം വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് ഈ അമ്പും വില്ലുകളും. അടിയും തടിയും മുളയും കൊണ്ട് നിർമ്മിച്ച വില്ലിന് 1500 രൂപ മുതൽ 2100 രൂപ വരെയാണ് വില. അമ്പ് ഒരെണ്ണത്തിന് 70 രൂപയിൽ തുടങ്ങും. 70 मीटर दूर वरे तोड़विटाल अम्ब पोगुम. एरो एंड बो तीर कमान बनाने का पूरा प्रोडक्ट बना हुआ है, पूरा ग्रुप बना हुआ है हम लोगों का, और ये पूरा ग्रुप है, इसमें पूरा ये तीर कमान का ही काम बनता है 24 आवर्स 12 महीने यही लोग यही काम करते हैं हम लोग, और इंडिया के हर एक एग्जीबिशन में जाते हैं सरस. അമ്പയത്തിൽ കമ്പമുള്ളവർ പരിശീലനത്തിനും സ്വീകരണ മുറിയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നവരുമൊക്കെ അമ്പും വില്ലും വാങ്ങുന്നതെന്നും ഇവർ പറയുന്നു. 30 രൂപ നൽകിയാൽ അമ്പയത്തിനം പരിശോധിക്കാനും ഇവിടെ അവസരമുണ്ട്. ഇത്തരത്തിൽ അപൂർവമായി മാത്രം കാണുന്ന കരകൗശല വസ്തുക്കളുടെ വൻ ശേഖരമാണ് കൊല്ലത്തെ സരസ് മേളയെ വ്യത്യസ്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.